സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപിച്ച സമയത്ത് മറ്റാളുകൾ പ്രതീക്ഷിച്ചിരുന്ന അവാർഡ് കാത്തിരുന്ന മറ്റാളുകൾ ടി വിയിലും അതുപോലെ യൂട്യൂബിലൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ നടൻ കേരളത്തിന്റെ പ്രിയപ്പെട്ട ടൊവിനോ തോമസ് യാത്രയിലായിരുന്നു. യാത്ര കഴിഞ്ഞ് നമ്മുടെ നടനെ നമുക്ക് തിരിച്ചു കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ 4 മണി മുതൽ വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്ന് തോന്നുന്നു ഈ നിമിഷം. ഞാൻ വീട്ടിൽ നിന്ന് ഒരു ഉച്ചയ്ക്ക് മുമ്പായിട്ട് ഇറങ്ങിയതാണ്. ഇവിടെ മാംഗ്ലൂർ ഷൂട്ട് തുടങ്ങണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വരാൻ. അപ്പോൾ ഞാൻ യാത്രയിലായിരുന്നു. ആ സമയത്താണ് ഇങ്ങനെ. ആ സമയത്ത് അറിയായിരുന്നു അല്ല, ഇന്നാണ് അനൗൺസ്മെൻ്റ് എന്നൊക്കെ അറിയാമായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ അങ്ങനെ ഈ അനൗൺസ്മെൻ്റൊക്കെ ഇങ്ങനെ ടി വിയിൽ ലൈവ് കാണുന്നൊക്കെ ഇത്തിരി ടെൻഷൻ പിടിച്ച പരിപാടി ആയതുകൊണ്ട് ഞാൻ റിസൾട്ട് എന്തായാലും അത് കഴിയുമ്പോൾ അറിയാലോ എന്ന് വിചാരിച്ചിട്ട് ഇരിക്കുകയായിരുന്നു. ആഗ്രഹിച്ചിരുന്നു. പ്രതീക്ഷ ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് അമിത പ്രതീക്ഷകൾ വയ്ക്കാറില്ല. ആഗ്രഹിക്കുന്നതിൽ തെറ്റില്ലല്ലോ. കിട്ടിയാലും കിട്ടിയില്ല. ഈ ഒരു നിമിഷം എന്ത് തോന്നുന്നു? പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? ഈ നിമിഷം വലിയ സന്തോഷമാണ്. അപ്പോൾ കീപ് സപ്പോർട്ടിങ്. നമുക്കെന്ന് വെച്ചാൽ ഈ സിനിമയിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ സിനിമ നന്നായി എന്താ പറയുക തിയേറ്ററിലും പെർഫോം ചെയ്തു. അപ്പോൾ അങ്ങനെ നമുക്ക് പ്രേക്ഷകരുടെ സ്നേഹം നേരിട്ട് അവരിൽ നിന്ന് അത് നമുക്ക് മനസ്സിലാവുമല്ലോ. അവർ സിനിമ കണ്ടിട്ട് അവരുടെ പ്രതികരണങ്ങളൊക്കെ. അതിനുശേഷം ഇങ്ങനെ ഒരു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ് അവാർഡ് പോലുള്ളൊരു കാര്യത്തിൽ നമ്മൾ പരിഗണിക്കുന്നു എന്ന് പറയുന്നത് തന്നെ വലിയ സന്തോഷം. അപ്പോൾ ഈ സിനിമയ്ക്ക് തന്നെ അങ്ങനെ ഒരു സ്പെഷ്യൽ ജൂറി പരാമർശം കിട്ടിയതിൽ ഒരുപാട് സന്തോഷം. പിന്നെ ഇക്കൊല്ലം എന്തെങ്കിലും ഒരു ചെറിയ അവാർഡ് കിട്ടുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. കാര്യം 2024 എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മലയാള സിനിമ ഒരു ഭയങ്കര പൊളി പൊളിച്ച ഒരു വർഷമാണ്. ഒരുപാട് നല്ല ചിത്രങ്ങൾ, ഒരുപാട് നല്ല പെർഫോമൻസസ്, ഒരുപാട് നല്ല ടെക്നിക്കൽ, നമുക്ക് അപ്രിഷ്യേറ്റ് ചെയ്യപ്പെടേണ്ടതായിട്ടുള്ള ടെക്നിക്കൽ ബ്രില്യൻസസ്. പിന്നെ ഇതെല്ലാം നമുക്ക് വളരെ പ്രിയപ്പെട്ട, വളരെ പരിചിതമായിട്ടുള്ള ആൾക്കാരുമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇരട്ടി സന്തോഷം തീർച്ചയായിട്ടും ഉണ്ട്. എന്തെങ്കിലും ഒരു കുഞ്ഞ് അവാർഡ്, സ്പെഷ്യൽ മെൻഷൻ കിട്ടിയപ്പോൾ അതൊരു വലിയ അവാർഡ് കിട്ടിയ പോലെയാണ്. കാര്യം ഈ വർഷമായതുകൊണ്ട് 2024 മികച്ച നടനാവാൻ പറ്റാത്തതിന്റെ നിരാശ. അല്ല, ഇത് മികച്ച നടൻ എന്നുള്ളതിൻ്റെ ഒരു ജൂറി പരാമർശമാണ്. ജൂറി അങ്ങനെ പരാമർശിച്ചാണ്. നമുക്കങ്ങനെ എന്ത് കിട്ടിയാലും സന്തോഷം. നമുക്ക് സിനിമകൾ നന്നാവുക, സിനിമയിലുണ്ടായിരിക്കുക എന്ന് പറയുന്നതാണല്ലോ ഏറ്റവും വലിയ സന്തോഷം. ബാക്കി ഇതൊക്കെ കിട്ടുന്നത് തീർച്ചയായിട്ടും ഊർജ്ജമാണ്. നമുക്ക് ഫ്യൂച്ചറിൽ ചിലപ്പോൾ കിട്ടുമായിരിക്കും, നോക്കാം. നാട്ടിൽ നിന്ന് വീട്ടിൽ നിന്നൊക്കെ വിളിച്ചിട്ട് എല്ലാവരും എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പം ഞാൻ വീട്ടിലൊക്കെ വിളിച്ചിട്ട് എന്താ വെച്ചാൽ ഞാൻ അവരോട് പറഞ്ഞുകൊണ്ടിരിക്കുക എന്താ വെച്ചാൽ എന്തായാലും ഒരു ശില്പം കിട്ടുമെന്നാണ് എൻ്റെ അറിവ് ജൂറി പരാമർശത്തിനും. അതെന്നേക്കാൾ കൂടുതൽ കണ്ടുകൊണ്ടിരിക്കാൻ പോകുന്ന അവരാണ്. അതെ, വീട്ടിലായതുകൊണ്ട് ഞാനിത് കൊണ്ടു നടക്കില്ലല്ലോ, വീട്ടിലുള്ള ആളുകളാണല്ലോ ആ സമയത്ത്. അതെ അതെ അതെ. ഈ ഒരു സിനിമയിലുള്ള ഒരു പാട്ടിന് തന്നെ പ്രത്യേകം അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഹരിശങ്കറിന് അവാർഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ VFXലും ഈ പറഞ്ഞ പോലെ VFXനും ARMന് അവാർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വലിയ സന്തോഷമുള്ള കാര്യമാണ്. നമ്മളെത്ര ആഗ്രഹിച്ച് ചെയ്തൊരു സിനിമയാണ്, അതിൻ്റെ സന്തോഷം. പിന്നെ ചെറിയൊരു മൂളം, അതായത് ഒരു പാട്ട് നമ്മുടെ പ്രേക്ഷകർക്ക്. എനിക്കല്ല, ഹരിശങ്കറിനാണ് അവാർഡ് കിട്ടിയത്. ഞാൻ വേണമെങ്കിൽ ഒരു സീത കാണിക്കട്ടെ. അത് ഹരിശങ്കറിനെ എവിടെയെങ്കിലും വെച്ച് കിട്ടുകയാണെങ്കിൽ പിടിച്ചൊരു പാട്ട് പാടിച്ചോ. കാര്യം പിന്നെ എന്തായാലും ചെയ്യണ്ടേ. എന്തായാലും പ്രേക്ഷകർ എല്ലാവരും തന്നെ ഉറ്റുനോക്കുന്ന നമ്മുടെ ടൊവിനോ തോമസ് ആണ് റിപ്പോർട്ടറിന് ഇവിടെ ചേർന്നത്. എന്തായാലും ആശംസകൾ. ഇനിയും ഒരുപാട് വിജയങ്ങൾ കീഴടക്കാൻ വേണ്ടി പറ്റട്ടെ. എനിക്കിപ്പോഴും ആ ഒരു കോരിത്തെരിപ്പ് മാറിയിട്ടില്ല. ആദ്യമായിട്ട് ടൊവിനോ തോമസിനെ കണ്ട ഒരു കോരിത്തെരിപ്പ് എനിക്കിപ്പോഴും ഉണ്ട്. അതുകൊണ്ടാണ് ഇത്രയും മണിക്കൂറുകൾ കാത്തിരിക്കേണ്ടി വന്നതും. വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്ത് മണിപാടിക്കൊപ്പം റിപ്പോർട്ടർ അർച്ചന രവീന്ദ്രൻ, റിപ്പോർട്ടർ കാസർഗോഡ്.